ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുറച്ചു മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടുള്ളൂ. അതിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ ആ വീഡിയോ എടുത്തതിന് ശേഷം പെട്ടെന്നൊന്നുള്ളൊരു മൂന്നാല് അപ്ഡേറ്റ് ഉണ്ട്. അതിൽ രണ്ട് സിനിമകളുടെ അപ്ഡേറ്റ് ആണ് ഏറ്റവും ഇൻട്രസ്റ്റോട് കൂടി ഞാൻ പറയാനോട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ വീഡിയോ വളരെ പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് തീർക്കാം. കൂടുതലൊന്നുമില്ല. ആദ്യത്തേത് ചത്ത പച്ച എന്ന് പറയുന്ന വരാനിരിക്കുന്ന സിനിമയുടെ പോസ്റ്ററാണ്. ഇതാണ് പോസ്റ്റർ. അർജുൻ അശോകനാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായിട്ട് വരുന്നത്. എന്തോ ലോക്കോ ലോബോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അർജുൻ അശോകൻ ആസ് ജസ്റ്റ് അവിടെ വെച്ചേ ഉള്ളൂ. ലുക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്, വെറൈറ്റി ആയിട്ട് നല്ല ന്യൂജൻ ആയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ അമൽ നീരജ് ചിത്രം. അമൽ നീരജ് ചിത്രത്തില് നായകന്മാരായിട്ട് വരുന്നത് നെസ്ലിൻ, ശ്രീനാഥ് ബാസി, സൗബിൻ ഷാഹിർ. ഷൂട്ടിംഗ് എത്ര പെട്ടെന്ന് തുടങ്ങുന്നതാണ് പറയുന്നത്. അമൽ നീരജിന്റെ അടുത്ത പടം ഏതാണെന്ന രീതിയിൽ കുറെ ആൾ ചോദിച്ചിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് വെച്ചേ ഉള്ളൂ. ഇനിയാണ് നമ്മുടെ അപ്ഡേറ്റിലേക്ക് വരുന്നത്. ആദ്യത്തേത് നോബഡി നോബഡി നോബഡി. അപ്പൊ നോബഡി, ഐ നോബഡി എന്നാണ് അതിന്റെ പേര്. ഹാപ്പി ബർത്ത്ഡേ നിസാം ബഷീർ, ഐ നോബഡി ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് ആണ്. സി, അടിപൊളി സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഐ നോബഡി എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് കണ്ടാൽ തന്നെ മറ്റേ ആ മഷി ഒഴിച്ച് ഉപയോഗിക്കുന്ന മറ്റേ പെൻ ഉണ്ടല്ലോ, മഷി പെൻ, അതുകൊണ്ട് എഴുതിയ പോലത്തെ ഒരു എഴുത്താണ് അവിടെ എഴുതിയിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നു ഒരുപാട് വിഷയങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ. ആരാണ് അയാൾ? ഹീസ് നോബഡി. അത്രയും അതാണ് ഇതിന്റെ ഒരു വൺ ലൈൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. സുപ്രീം മേനോൻ പ്രസൻസ് പൃഥ്വിരാജ് സുകുമാരൻ ഇൻ നോബഡി. മാത്രമല്ല ഇവിടെ ഒരു ഇതിന്റെ മൊത്തം പരിപാടി ചെയ്തിട്ടുള്ളത്, താഴെ നിങ്ങൾ നോക്കിയാൽ കുറെ ഫോഴ്സ്, പോലീസുകാർ കുറെ ഭയങ്കര എന്തോ സംഭവം നടക്കണം അവിടെ. അപ്പൊ അവിടെ ഈ ബാരിക്കേഡ് ഒക്കെ വെച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട് തന്നെ പറയാം. അപ്പോ ഇവിടെ എന്തിന്റെയോ ഉള്ളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു എയർപോർട്ടിൽ അല്ലല്ല അപ്പുറത്ത് കാണുന്നത് നമ്മുടെ അത് മറ്റേ ഇതല്ലേ, അത് രാജ്യസഭ അല്ലെങ്കിൽ അതുപോലത്തെ അങ്ങനെ എന്തോ സംഭവമാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിലും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് പൃഥ്വിരാജ് കുമാറിനാണ് തിരിച്ചു വരുന്നത്. ബാക്ക് എന്നുള്ള ഷോട്ടാണ് വെച്ചിട്ടുള്ളത്. കയ്യിലൊരു ബാഗ് ഉണ്ട്. ആൻഡ് ഓഫ്കോഴ്സ് ഹീസ് എ ഗവൺമെന്റ് ഓഫീസർ, മേ ബി, ഇല്ലെങ്കിൽ നല്ലൊരു റെപ്യൂട്ടഡ് സ്ഥാനത്തിരിക്കുന്ന ഏതോ ഒരു ഓഫീസർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരനാണ് ഈ ഫോഴ്സിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഒറ്റയ്ക്ക്, ഈ നോബഡി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. സോ എനിക്കിത് കണ്ടിട്ട് എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു പ്രതീക്ഷ വരുന്നുണ്ട്. എന്തോ വലുത് ആണ് ഇവർ തരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സംഭവം. ആൻഡ് നോബഡിനെ കുറിച്ച് ഒരുപാട് തരത്തിലുള്ള, അതായത് ഇന്നത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിനാരിയോ വെച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പലതിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സിനിമയായിരിക്കുന്ന രീതിയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മേ ബി ജനഗണമന പോലെയൊക്കെയുള്ള ഒരു സംഭവം, നല്ല മെസ്സേജ് ഉള്ള വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, അങ്ങനെയുള്ള സാധനമാണെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് നോബഡി, ഐ നോബഡി എന്ന് എഴുതിയിട്ടുള്ളതും അവസാനം എല്ലാം എഴുതിയിട്ട് അവസാനം അതൊരു കത്ത് എന്ന പോലെ കുറെ വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ എഴുതിയതിനു ശേഷം ഐ നോബഡി ഒപ്പ്. മനസ്സിലായോ? അത്തരത്തിലുള്ളൊരു സാധനമാണോ എന്നുള്ള തോന്നലുണ്ട്. എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള പോസ്റ്റർ, ഗംഭീരമായിട്ടുള്ള ഫസ്റ്റ് ലുക്ക്, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറേ കാര്യങ്ങൾ ഇതിൽ ഉള്ളിൽ എന്തൊക്കെയോ ഒളിപ്പിച്ചു വെച്ച പോലത്തെ ഒരു ഫീൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് മറക്കാതെ കമന്റിലേക്ക് എടുക്കുക. ആൻഡ് ദി ലാസ്റ്റ് വൺ, ഒഫീഷ്യൽ ട്രെയിലർ ടുമോറോ. എന്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ? ലോക. ഞാൻ പറഞ്ഞ ഈ ലോക എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ ചെയ്തപ്പോഴും ഒരുപാട് അപ്ഡേറ്റ്സ് ചെയ്ത് വെച്ചു. കന്നഡ അല്ലെങ്കിൽ കർണാടക ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, അതുപോലെ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്, UGC അവിടെ വരുന്നത് വേറെ ടീമാണ്. അത് ലൈറ്റർ ബുദ്ധ, സിത്താര എന്റർടൈൻമെന്റ്, PM, അവര് പെൻ മധുരർ, അങ്ങനെ എന്തോണ് അതിന്റെ കമ്പനിയുടെ പേര്. അതങ്ങനെ വൻ പരിപാടി, ഭയങ്കര ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമൊക്കെ ഗ്ലോബലി നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് പാൻ ഇന്ത്യൻ രീതിയിൽ റീച്ച് കിട്ടുന്ന, അത്തരത്തിൽ റീച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വേഫർ ഫിലിംസ് മെനക്കെട്ടിറങ്ങിയിട്ടുള്ള, അതായത് ദുൽഖർ സൽമാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പരിപാടി ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഇതിന്റെ എല്ലാ അപ്ഡേറ്റും ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റുകളായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ, ഇതിന്റെ മറ്റുള്ള സംഭവങ്ങൾ വന്നപ്പോൾ, ഗ്ലിംസ് വന്നപ്പോൾ, ഓഫ്കോഴ്സ് ടീസർ വന്ന സമയത്തൊക്കെ, സോറി അതിലെ പാട്ട് വന്നപ്പോൾ, ജ്യോതി നൂറാണ് ആ പേര് വീണ്ടും 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 ഞാൻ പറയുകയാണ്, ഓരോ വീഡിയോയിലും പറയുന്നുണ്ട്. എന്ത് രസമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. അതിലുള്ള വിഷ്വൽസ്, പിന്നെ സൂപ്പർ ഹീറോ എലമെന്റ്സ്, അതെല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിന്റെ ആക്ഷൻ സീക്വൻസ് ഒന്നും ഒരു രക്ഷയില്ലാത്ത സാധനമായിരിക്കും മിക്കവാറും പുള്ളിക്കാരി ഡെലിവറി ചെയ്യുക. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കല്യാണി പ്രിയദർശൻ, നെസ്ലിനൊക്കെ ചിലപ്പോൾ ഒതുങ്ങി പോകുന്നതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള റോളാണെന്നുള്ള തോന്നലുള്ളിലുണ്ട്. എന്തായാലും ദുൽഖർ സൽമാൻ പ്രസൻസ് ഒഫീഷ്യൽ ട്രെയിലർ ടുമോറോ, ലോഞ്ചിങ് അറ്റ് അവർ ഗ്രാൻഡ് പ്രീ റിലീസ് ഇവന്റ്. അപ്പൊ നാളെ ഇതിന്റെ പ്രീ റിലീസ് ഇവന്റ്, ഗ്രാൻഡ് പ്രീ റിലീസ് ഇവന്റ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ടൈമും മറ്റു കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് കൊടുത്തിട്ടുണ്ട്.
ഡൊമിനിക് കരൺ ഡയറക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ വേഫർ ഫിലിംസ്. പിന്നെ നിമീഷ് രവി അത് പേര് കൊടുത്തിട്ടുണ്ട്. ലോക 1, 2, 3, 4, 5 ലാംഗ്വേജിലാണ് ഇറങ്ങുന്നത്. പിന്നെ വലിയൊരു ബിൽഡിങ്ങിന്റെ മേലെയാണ് നമ്മുടെ ചങ്കത്തി ചങ്കത്തി ക്ലീശ പുള്ളിക്കാരി നിൽക്കുന്നത്. ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന സാധനം മിന്നൽ മുരളിക്ക് ശേഷം ഒരുപക്ഷെ അതിന് മുകളിൽ നിൽക്കുന്ന ടൈപ്പ് ഒരു സാധനം തരുമോ എന്നൊരു തോന്നൽ. മിന്നൽ മുരളി ഓഫ്കോഴ്സ് അടിപൊളി സാധനമാണ്, പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള കുറേ സാധനങ്ങൾ പോലെയൊക്കെയുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള ഒരു ഐറ്റം. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് കുറച്ച് മിതോളജി, മിത്തും അല്ലെങ്കിൽ പഴയ കാലത്തിന്റെ കുറച്ച് എലമെന്റ്സും, അത് കുറെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സംഭവം, ഒരു ശക്തി, അതിന്റെ രണ്ടാമത് ജനിച്ചിരുന്ന ഒരു പുനർജന്മം പ്ലസ് ഒരു ന്യൂ ജെൻ പരിപാടി പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പയ്യന്മാര് നസ്ലിനും ചന്തു, അതുപോലെ സലീം കുമാറിന്റെ മകൻ ചന്തു, സലീം കുമാറിനല്ലേ എന്തായാലും പുള്ളിക്കാരൻ, അങ്ങനെ ഇവരെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ള എല്ലാ തരം സാധനങ്ങളും കൂടെ ഒരു അവിയൽ പരുവാക്കിയിട്ട് അവസാനം നമുക്ക് ഭയങ്കര വൃത്തികേട് തന്നെ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയാവും. നേരെ മറിച്ച് അവിയൽ ചീഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, എല്ലാം കൂടെ കൂട്ടിക്കൊച്ചൊരു കൊളായ സാധനമാവും ചെയ്യും. ബട്ട് അങ്ങനെ ആകാതെ ഇവർ തരുന്നുള്ളൊരു പ്രതീക്ഷ കിട്ടാൻ കാരണം ഇപ്പൊ വന്നിട്ടുള്ള പാട്ടാവട്ടെ, അതിന് മുമ്പ് വന്നിട്ടുള്ള അതിന്റെ ചെറിയ എന്താ പറയാ ഗെയിംസ് അല്ലെങ്കിൽ ഒരു മോഷൻ പരിപാടി എന്തോ തന്നിട്ടുണ്ടല്ലോ അവിടെ, അതാവട്ടെ, ഇതിന്റെ പോസ്റ്റേഴ്സ് ആവട്ടെ, എല്ലാം വൻ ക്വാളിറ്റിയിലാണ് നമ്മുടെ മുമ്പിലേക്ക് അവർ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ പ്രതീക്ഷ വാനോളമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ രേഖപ്പെടുത്തുക. ഇത് മാത്രമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എനിക്കെന്തോ ലോകയുടെ ഒരു ഒരു ഗ്ലിംസ് വന്നതിന് ശേഷം വൻ പ്രതീക്ഷയാണ് സിനിമയിൽ. അതുകൊണ്ടായിരിക്കാം ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടായിരിക്കാം ഇത് പെട്ടെന്നൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നപ്പോൾ പറയണം തോന്നിയത്. സോ സ്റ്റേ ട്യൂൺ അടുത്ത അപ്ഡേറ്റുകൾക്ക് വേണ്ടി. താങ്ക് യു സോ മച്ച്. വാച്ച് ദിസ് വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ.